മോളിങ് വന്നു. നാളെ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോവുകയാണ്. വഴക്കാട് അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത്. ടോമിന്റെ വർത്താനം കേട്ട തോന്നൂല ഞാനാണ് അവിടെ ചെന്ന് ആവശ്യമില്ല വഴക്കുണ്ടാക്കുന്നതെന്ന്. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയല്ല, നിന്റെ സുഹൃത്തും വഴികാട്ടി അവിടെ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ചാൻസസ് കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പേടി എനിക്കും ഉണ്ട്. അവളുടെ ഭരണം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല തക്കം കിട്ടിയ അവളെ ഒപ്പിടൊക്കെ എന്റെ തലയിൽ കയറാൻ വരുന്നേ. ഈ കോളേജിലെ ചൊറിയൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത് ഓഫീസാണ്. നമുക്ക് ചുമ്മാ ചൊറിയുള്ള സ്ഥിതിക്ക് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അവള് പകരം ഇടുന്ന ടോമേ, അതെനിക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കുക. ഞാൻ അങ്ങ് അച്ഛൻ ചെല്ലുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത്. അവൾ ഇങ്ങോട്ട് ഭരിക്കാനോ അവളുടെ ഈഗോ കാണിക്കാനോ വന്നാൽ തിരിച്ച് ഞാനും അങ്ങോട്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വഴക്കാളി അവിടെ പോയി വഴക്കുണ്ടാക്കലെന്ന്. ടോം എന്താ പറയുന്നത്? നമ്മളെടുത്ത് ഒരാളെ ദേഷ്യപ്പെടുമ്പോ ഒരു അനാവശ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോ കേട്ടോണ്ടിരിക്കണോന്നോ? നിങ്ങോട്ട് പോ മനുഷ്യ, കൂളായിട്ട്. അല്ല, ഇന്ന് ഓഫീസിൽ പോകാനൊന്നും നിങ്ങൾ നോക്കുന്നില്ലേ? പിന്നെ എനിക്ക് എന്തായാലും ഒരുങ്ങി കെട്ടി തന്നെ പോണം. അവളാണ് ടീം ലീഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങി കെട്ടി ചമഞ്ഞായിരിക്കലും ഇരിക്കുന്നത്. ആ ഓഫീസിൽ ചെന്നിട്ട് അവളല്ലെന്ന് അറിയുമ്പോ അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതെനിക്ക് കാണണം. ഇത് അവന് കൊടത്തരം പറഞ്ഞതല്ലേ? അതെല്ലാം പൊളിച്ച് കൈ കൊടുത്തല്ലേ നമ്മള്? ഒരു തടയ്ക്കും ഒതുങ്ങൂല. ഇല്ല, ഇങ്ങോട്ട് വന്നാ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഒരുങ്ങുന്നില്ലേ ഓഫീസിൽ പോകാനായിട്ട്? അന്ന് പിന്നെ കൊണ്ട് പോയി ഒരുങ്ങ്. തുണി ഗ്രേസിയേ, ചായ ആയില്ലേ ഇതുവരെ? ഓ കൊണ്ടുവന്ന് നിങ്ങളുണ്ട് നിങ്ങളുടെ ഒരു ചായ. പിന്നെ ആ ജോമോൻ വിളിച്ചിരുന്നു. അവിടെ ആരും ചെന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പരാതിയും പരിഭവമൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് കാര്യം? വേറൊരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോവാന്ന് വിചാരിക്കുക. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഒരു ദിവസം നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാം. നിങ്ങൾ പ്ലാൻ ചെയ്യാനാ? അപ്പോഴും നിങ്ങൾ വന്നില്ല അല്ലേ? അല്ലടി, ഞാൻ വരുന്ന കാര്യമില്ല. എനിക്ക് ആ പിള്ളേരെ ഒന്ന് ഹണിമൂണിന് വിടണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാനിങ്. എടി, അവർ കല്യാണം കഴിച്ചിട്ട് ഇത്തിരി താളായില്ലേ? വീട് ഓഫീസ് വീട് എന്നല്ലാണ്ട് എങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഹണിമൂണൊക്കെ പോയി ഒന്ന് ചില്ല ഔട്ട് ആവണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, ഈ പറയുന്ന സാധനത്തിന് ഹണിമൂൺ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ പോയിട്ടുണ്ടാ? ആരുടെ കൂടെ? ആരുടെ കൂടെ? എന്നെ കൂടി പോയിട്ടുണ്ടാ? അതെന്താ, ഇപ്പോഴും പോവല്ലോ. ഗ്രേസിക്ക് എവിടെ പോണോന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കൊണ്ടുപോകും. പിന്നെ അല്ലാതെ ഇപ്പൊ ഈ പ്രായത്തിലാണോ പോകേണ്ട? അയ്യോ, അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. എപ്പോ പോണെന്ന് പറഞ്ഞാൽ അപ്പൊ പോവാം. പോയാ പോരെ, നമുക്ക് പോന്നേ. എവിടെ പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? അതെ, നിന്റെ അമ്മയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഹണിമൂണ് പോയാൽ കൊള്ളാന്നൊരാഗ്രഹം. അപ്പക്ക് പ്രാന്താണ്. പോയിട്ടോ. പക്ഷേ ദമ്പതികൾ ഹണിമൂണ് പോകുന്നതിന് മുമ്പ് നമ്മളെ കാര്യമായിട്ടൊന്ന് ബ്ലസ് ചെയ്യണം. എന്താണ് വിഷയം? നമ്മളത് പുതിയ പ്രോജക്റ്റ് വരുന്നത് വീട്ടിൽ ചെയ്യാൻ പോവാണ്. നമ്മൾ രണ്ടുപേരും അതിന്റെ പാർട്ടാണ്. അപ്പോ ഈ ദമ്പതികളുടെ അടുത്ത പ്രോജക്റ്റ് നന്നാകാൻ വേണ്ടി ഈ ദമ്പതികളെ കാര്യമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എടാ, ഈ തവണയെങ്കിലും നീ ഹൈദരാബാദ് പോകുമ്പോൾ ഇവിടെ കൊണ്ടുപോക്കണം. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കിടാൻ പാടില്ല. ഉടനെ തോണ്ടി വിട്ട് ഇറങ്ങാം. പപ്പ ഞങ്ങൾ പോയിട്ട് ശരി. ഓക്കെ, ബൈ. എങ്ങനെ പ്ലാൻ ചെയ്യട്ടാ? എന്ത് കാണിക്കുന്നത്? എടോ, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ.